ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. യെസ്, അപ്പോൾ ഇന്ന് ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നും. അപ്പോൾ എളുപ്പത്തിലുള്ള റെസിപ്പി ആണെങ്കിൽ ഒന്നും കൂടി സെറ്റല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക. എന്നിട്ട് വീട്ടിൽ അമ്മനെ കൊണ്ടോ അല്ലെങ്കിൽ വേണ്ട സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് പാസ്ത എടുക്കുക. ഏത് ഷേപ്പ് ആയിക്കോട്ടെ കേട്ടോ. കുറച്ച് വെള്ളത്തിലിട്ട് വേവിക്കുകയാണ്. അതിൽ ഉപ്പിടണം, ഒട്ടിപ്പിടിക്കാതിരിക്കുക, ഓയിലും ചേർക്കുക. അതവിടെ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ ഒരു മസാല ഉണ്ടാക്കട്ടോ. അതിന് വേണ്ടിയിട്ട് ഓയിലോ ബട്ടറോ എടുത്തിട്ട് കുറച്ച് ചെറുതാക്കി അരിഞ്ഞ വെളുത്തുള്ളി, ചെറുങ്ങനെ അരിഞ്ഞിട്ടുള്ള സവാള, പിന്നെ ഒരു കഷ്ണം തക്കാളി, ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതും ചേർക്കട്ടോ. അതിലേക്ക് ഒരു സ്പൂൺ മൈദയാണ് ചേർക്കുന്നത്. അത്ര മതി, ഒരു സ്പൂണ്. എന്നിട്ട് നല്ലോണം ഒന്ന് സോട്ട് ചെയ്തിട്ട് അതിലേക്ക് നമ്മളൊരു അരക്കപ്പ് പാല് ചേർക്കുക. അത് നമ്മളെ പാസ്തയ്ക്ക് അനുസരിച്ചാണ്, അതിനനുസരിച്ച് ചേർക്കട്ടോ. ഒന്ന് കുറുകി വരുമ്പോൾ ആ സമയത്ത് നമുക്ക് ഇതിനകത്ത് കുറച്ച് പൊടികൾ ചേർക്കണം. ഈ പെരി മസാല ഉണ്ടെങ്കിൽ അത് ചേർക്കാം, ഇല്ലെങ്കിൽ കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ചില്ലി ഫ്ലേക്സ്. നോക്കണം, ഇത് 3 എരിവുള്ള സാധനമാണ്, അപ്പോൾ കുറച്ച് ചേർക്കുക കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ ഒറിഗാനോ ഉണ്ടെങ്കിൽ അതും ചേർക്കുക. എന്നിട്ട് നല്ലോണം സോട്ട് ചെയ്യുക. പിന്നെയും അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും ചേർക്കുക. ഒന്നായിട്ട് അങ്ങോട്ട് ജോയിൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പാസ്ത അല്ലേ, അതാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. എൻ്റെ പാസ്ത കുറച്ച് വെന്ത് പോയിട്ടുണ്ട്, അപ്പോൾ അത്ര വേവണ്ട കേട്ടോ. ഒന്ന് നോക്കണം നിങ്ങൾ വേവിക്കുന്ന സമയത്ത്. ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ പാസ്ത വെന്ത് വരും. എന്നിട്ടൊന്ന് ഊറ്റിയെടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ അതൊന്ന് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. എരിവൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു പാസ്ത എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ വീട്ടിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യുക. എന്നിട്ട് ഫീഡ്ബാക്ക്സ് പറയുക. നമ്മുടെ ചാനൽ സ്ഥിരമായി കാണുക.